നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വിജയാഘോഷവും ആരവവും തുടങ്ങി. തലപ്പത്ത് ആരംഭ ചർച്ചകൾ സജീവമാകുന്നു. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ 21-ന്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ ആരംഭ ചർച്ചകൾ ചൂടുപിടിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച മൂവാറ്റുപുഴ നഗരസഭാ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും അടച്ചു. ഒരു വർഷത്തിനിടെ 12 തവണയാണ് ശ്മശാനം അടച്ചിട്ടത്. പ്രതിഷേധം ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞു. ക്രിസ്മസ് ചൂടിലായി മൂവാറ്റുപുഴ നഗരം. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാൽ ആഘോഷത്തിന്റെ തിരക്കിൽ വ്യാപാര മേഖലയും. വിപണി കൂടുതൽ ഉഷാറാകുമെന്ന പ്രതീക്ഷയിൽ കച്ചവടക്കാർ. മൂവാറ്റുപുഴ EEC മാർക്കറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പോളി ഹൌസിന് വീണ്ടും പുതുജീവൻ. അറ്റകുറ്റപ്പണികൾ നടത്തി പോളി ഹൌസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം പട്ടികജാതി സംവരണം. പാമ്പാക്കുട ഡിവിഷനിൽ നിന്ന് വിജയിച്ച KG രാധാകൃഷ്ണൻ പ്രസിഡന്റാകും. 6346 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാധാകൃഷ്ണൻ വിജയിച്ചത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ചൂടാറിയതോടെ അധികാര തലപ്പത്ത് ആരംഭ ചർച്ചകൾ സജീവമാകുന്നു. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 21-ന്. വിജയാഘോഷവും ആരവവും അടങ്ങിയതോടെ അധികാര തലപ്പത്ത് ആരംഭ ചർച്ചകൾ സജീവമാകുന്നു. 21-ന് പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ മൂവാറ്റുപുഴ നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും തലപ്പത്തും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തും സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തും ആരാകണമെന്ന ചർച്ചകളാണ് ചൂടുപിടിക്കുന്നത്. UDF തരംഗം കാണാൻ സാധിച്ച തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് തലവേദന കൂടുതൽ. നഗരസഭയിലും ത്രിതല പഞ്ചായത്തുകളിലും ഭരണം നേടിയതോടെ പരാതികൾക്കും പരിഭവത്തിനും ഇട നൽകാതെ സ്ഥാനങ്ങൾ കൈമാറുകയെന്നത് വെല്ലുവിളിയാകും. നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം വനിതയ്ക്ക് സംവരണം ചെയ്തിരിക്കുന്നതിനാൽ സ്ഥാനത്തിരിക്കാൻ അർഹയായ വനിതയെ കണ്ടെത്തുന്നതിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളും പരാതിക്കിട നൽകാതെ വീതിച്ചു നൽകുകയും വേണം. ഇതേ അവസ്ഥ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി നിർണയം ബാലികടമലയായ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കസേര വീതം വെക്കലും വെല്ലുവിളിയായേക്കും. ഘടകകക്ഷികളെയും വിജയിച്ച് വന്നവരെയും സമവായത്തിലെത്തിക്കാൻ ജില്ലാ നേതൃത്വത്തെ ഉൾപ്പെടെ രംഗത്തിറക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച നഗരസഭാ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും അടച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് ശ്മശാനം അടച്ചിട്ടത്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും അടച്ചു. അറ്റകുറ്റപ്പണികളുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 12 തവണയാണ് ശ്മശാനം അടച്ചിട്ടത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും പൊതുശ്മശാനം തുടർച്ചയായി അടച്ചിടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മാസങ്ങളോളം പൂട്ടിയിട്ട ശേഷം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 5 മാസം മുൻപ് 3,95,000 രൂപ ചെലവഴിച്ചാണ് പൊതുശ്മശാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കാൻ മണിക്കൂറുകൾ എടുത്തതും സംസ്കാരം നടക്കുന്നതിനിടെ പലവട്ടം പാതിവഴിയിൽ നിലച്ചതും മൂലം വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടേണ്ടി വന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷവും ഒരു ദിവസം 2 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിക്കുന്ന നിലയിലേക്ക് ചുരുങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഇതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി അനിശ്ചിതമായി അടച്ചിടുന്നത്. 2020-ൽ പൊതുശ്മശാനം നവീകരണത്തിനും 2ാം ബർണർ സ്ഥാപിക്കുന്നതിനും 36 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. നിലവിലുള്ള ബർണറെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മൂവാറ്റുപുഴയിലെ പൊതുശ്മശാനം അടച്ചിടുന്നതോടെ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും മൃതദേഹം സംസ്കരിക്കാൻ പെരുമ്പാവൂർ, തൊടുപുഴ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടി വരികയാണ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ക്രിസ്മസ് ചൂടിലായി മൂവാറ്റുപുഴ നഗരം. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാൽ ആഘോഷത്തിന്റെ തിരക്കിലാണ് വ്യാപാര മേഖലയും. തെരഞ്ഞെടുപ്പ് ആരവം ഒഴിഞ്ഞതോടെ ക്രിസ്മസ് ചൂടിലായി മൂവാറ്റുപുഴ നഗരം. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാൽ ആഘോഷത്തിന്റെ തിരക്കിലാണ് വ്യാപാര മേഖലയും. ക്രിസ്മസ് പാപ്പ തൊപ്പികൾ, അലങ്കാര ലൈറ്റുകൾ, വിവിധതരം പുൽക്കൂടുകൾ, അലങ്കാര മാലകൾ തുടങ്ങിയെല്ലാം റെഡി. നക്ഷത്രങ്ങൾ തന്നെയാണ് ഇത്തവണത്തെയും കേമന്മാർ. ക്രിസ്മസ് കേക്കും നക്ഷത്രങ്ങളും മാല ബൾബുകളും അലങ്കാരങ്ങളും വാങ്ങാൻ ആളുകൾ കടകളിലേക്ക് എത്തി തുടങ്ങി. കുഞ്ഞൻ നക്ഷത്രം മുതൽ വലിയ നക്ഷത്രങ്ങൾ വരെ വിപണിയിലുണ്ട്. കടലാസ നക്ഷത്രങ്ങൾക്കും LED നക്ഷത്രങ്ങൾക്കുമാണ് വലിയ ഡിമാൻഡ്. LED ലൈറ്റുകൾക്ക് 150 രൂപ മുതലും കടലാസ നക്ഷത്രങ്ങൾക്ക് 100 രൂപ മുതലുമാണ് വില.
വർണ്ണാഭമായ മാല ബൾബുകളും ചെറിയ നിരക്കിൽ കിട്ടും. മെറ്റൽ, ഫൈബർ, പനയോല, മൾട്ടിവുഡ് തുടങ്ങിയവയാൽ നിർമ്മിച്ച പുൽക്കൂടുകളും താരമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ക്രിസ്മസ് ട്രീകളും വിപണിയിലുണ്ട്. 250 രൂപ മുതലാണ് വില. അലങ്കരിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ 30 രൂപ മുതലുണ്ട്. ചെറിയ ബോളുകളും മണികളും 10 രൂപ മുതൽ ലഭ്യമാണ്. ഓൺലൈൻ മാർക്കറ്റ് വിപണിയെ ബാധിക്കുന്നുണ്ടെന്നും കാലാവസ്ഥ അനുകൂലമായതിനാൽ ആ പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ടു പോവുകയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ബിസിനസ് പൊതുവെ വലിയ കുഴപ്പമില്ലാതെ തോന്നുന്ന നിലവിലെ കണ്ടീഷനിൽ. പിന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ ബിസിനസ്സിനെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് ഈ കൊല്ലവും. എങ്കിലും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് നിലവിലുള്ള കണ്ടീഷനിൽ നമ്മൾ അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് ഗിഫ്റ്റുകളാണ് കൂടുതലും വെറൈറ്റി ഇറങ്ങിയിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ തൊപ്പികൾ വെറൈറ്റി പ്രാവശ്യം ഇറങ്ങിയ ഒരു മോഡലാണിത്. പിന്നെ ഡെക്കറേഷൻസിൽ കുറേ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റാറുകൾ പുതിയ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. ഡെക്കറേഷൻസ് എല്ലാം അങ്ങനെ തന്നെ കുറച്ച് ഐറ്റംസ് ഡെക്കറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ മോഡലുകളാണ് ഇറങ്ങുന്നത്. അത് ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകതയാണ്, വെറൈറ്റീസിൻ്റെ പ്രത്യേകത. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ ഉഷാറാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ EEC മാർക്കറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പോളി ഹൌസിന് വീണ്ടും പുതുജീവൻ. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പോളി ഹൌസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി. മൂവാറ്റുപുഴ EEC മാർക്കറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പോളി ഹൌസിന് വീണ്ടും പുതുജീവൻ. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പോളി ഹൌസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി. ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2017 സംസ്ഥാന ഹോർട്ടികോർപ്പ് മിഷന്റെ നേതൃത്വത്തിൽ മാതൃകാ പ്രോജക്റ്റായാണ് EEC മാർക്കറ്റിലെ തരിച്ചുകിടന്ന ഭൂമിയിൽ പോളി ഹൌസ് നിർമ്മിച്ചത്. ആദ്യം EEC മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. എന്നാൽ കൃഷി ഉണങ്ങി നശിച്ചതോടെ പോളി ഹൌസ് പാട്ടത്തിന് നൽകാൻ ആരംഭിച്ചു. പിന്നീട് പലരും പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയെങ്കിലും അറ്റകുറ്റപ്പണികളില്ലാതെ പോളി ഹൌസ് നശിച്ചു പോവുകയായിരുന്നു. പലവട്ടം പോളി ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃഷിക്ക് അനുയോജ്യമായിരുന്നില്ല. തുടർന്നാണ് കർഷകരായ എൽദോസ് എൻപോൾ, PB അനൂപ്, സർജ മോസ എന്നിവർ ചേർന്ന് പോളി ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത്. വള്ളിപ്പയറും കുക്കുംബറുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ സമയത്തെ കൃഷി കൂടുതൽ വിള എന്ന രീതിയിലേക്ക് മാറണമെന്ന് എൽദോസ് പറഞ്ഞു. കൃഷിയിൽ ഒരു വ്യവസായമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണത്തിനാണ് നമ്മളെടുത്തൊരു പോളി ഹൗസാണിത്. നമ്മളിത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു പോളി ഹൗസ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇത് കിടന്നിരുന്നത്. ഇതൊരു പോളി ഷെഡ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിനൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു മേൽക്കൂരയും കാര്യങ്ങളിൻ്റെ സൈഡിനിട്ട് ഒരു മഴമറ സിസ്റ്റത്തിൽ പണിത സാധനമാണിത്. അപ്പോൾ ഇതിനകത്ത് അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. അത് കൃഷിക്ക് പറ്റുന്ന രീതിയിൽ, അത് ആധുനിക കൃഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതിനകത്ത് ഇല്ലായിരുന്നു. കാരണം നമ്മൾ കൃഷിക്ക് പറയുന്നത് വെർട്ടിക്കൽ രീതിയിൽ, പോളി ഹൗസിലെ കൃഷി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള നെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്തില്ലായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക, കൂടുതൽ വിളവ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം ഒരു കൃഷിയിലേക്ക് ഒരുത്ത ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു കൃഷിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ദിവസം മൊത്തം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് നമുക്ക് മാറണം. കൃഷി ചെയ്യുന്നതിന് വേറൊരു ജോലി കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമാണ് കൃഷി വിജയകരമാവുള്ളൂ. പിന്നെ നമുക്ക് കൃഷി ലാഭകരമാണെങ്കിൽ സ്മോൾ സ്കെയിൽ ചെയ്തിട്ട് കാര്യമില്ല, വലിയ രീതിയിൽ ചെയ്യണം. ലാർജായിട്ട് ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമായി മാറ്റാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ 10 സെൻറ്റിൻ്റെ ഒരു പോളി ഹൗസാണ്. ഈ 10 സെൻറ്റ് പോളി ഹൗസ് അല്ല, നമുക്കൊരു മിനിമം ഒരു 25 സെൻറ്റ് പോളി ഹൗസും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് 2 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, നല്ല രീതിയിൽ ലാഭകരമായി മാറ്റാൻ പറ്റും. ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് കൂടുതൽ ചെയ്താൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ ലാഭം കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് ബിസിനസ്സാക്കി മാറ്റാം, കൃഷിയെ ഒരു വ്യവസായമാക്കി മാറ്റണം. കേരളത്തിന് സാഹചര്യമുണ്ട്, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, കാലാവസ്ഥ കാര്യങ്ങളൊക്കെ അനുയോജ്യമാണ്. ഇന്ന് ടെക്നോളജിയെക്കുറിച്ച് പേടിക്കേണ്ട ടെക്നോളജി ഉണ്ട്.
AI ഉണ്ട്, അറിവുകൾക്ക് എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ സർക്കാർ നമുക്ക് സഹായിക്കണം. സർക്കാർ നിലവിലുള്ള സർക്കാർ സഹായിക്കുന്ന രീതികളൊക്കെ പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. വേറെ രീതിയിലേക്ക് എന്താണോ കർഷകന് വേണ്ടത്, കർഷകരിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ഔട്ട്പുട്ട് എടുക്കണം. എന്താണ് അവർ നേരിടുന്ന പ്രശ്നം കർഷകരോട് നോക്കിയിട്ട് കർഷകരോട് മനസ്സിലാക്കി അതിനുള്ള ഒരു പദ്ധതിയും പ്ലാനും സർക്കാർ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. പോളി ഹൗസിൽ നേരിട്ട് തന്നെ വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സർജ മൂസ പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് നേരിട്ട് വന്ന് മേടിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പുറമേയുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നമ്മൾ പയറിൻ്റെ വില ഇടിഞ്ഞ രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ വില കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ലാഭമെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു വിപണനം നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തതായി തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അനൂപ് പറഞ്ഞു. വളരെ ഡ്രൈ ആയിട്ട് കിടന്നൊരു ലാൻഡിനെ ഈ തരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. പിന്നെ അടുത്തത് കൃഷി ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് ടൈപ്പിലുള്ള വിളകളും നമുക്കിത് പ്രിസിഷൻ ഫാമിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ടെക്നോളജി യൂസ് ചെയ്യണം. അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള ഫണ്ട് വേണം. അപ്പോൾ വൻകിട കൃഷിക്കാർ പോലെയുള്ള രീതിയിൽ നമുക്കത് ഫണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൃഷിക്കാരും ഇതിനകത്തേക്ക് ഒരിക്കലും ഇറങ്ങില്ല. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. അവരുടെ വരുമാനം മൊത്തം ഇതിനകത്ത് തീർത്തിട്ട് അവർ പാപ്പരായിട്ട് ഒരു കൃഷിക്കാരും എത്തില്ല. ഉള്ള കൃഷിക്കാർ തന്നെ ആകെപ്പാടെ ഇടങ്ങേറായിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെയുള്ളൊരു സാഹസത്തിന് മുതിരില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ വേറെ ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങളത് മുന്നോട്ട് പോയത്. നല്ല വിളവാണ് കൃഷിയിൽ നിന്നും ലഭിച്ചത്. പ്രതികൂലമായ കാലാവസ്ഥയും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണങ്ങളും പരിഹരിക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിളകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിന് പോളി ഹൗസ് സഹായിക്കും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF വൻ ഭൂരിപക്ഷമുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ KG രാധാകൃഷ്ണൻ പ്രസിഡന്റാകും. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം പട്ടികജാതി സംവരണമാണ്. പാമ്പാക്കുട ഡിവിഷനിൽ നിന്ന് വിജയിച്ച KG രാധാകൃഷ്ണന് കോൺഗ്രസിലും UDF എതിരാളിയില്ല. നിലവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാമ്പാക്കുട ഡിവിഷനിൽ 6346 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാധാകൃഷ്ണൻ വിജയിച്ചത്. 28 അംഗ ജില്ലാ പഞ്ചായത്തിൽ UDF 25 അംഗങ്ങളുണ്ട്. Welcome to Vimalagiri International School, Movatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.